സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ആൺകുട്ടികൾ ഉണ്ടായാൽ മതി അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. ഇപ്പം 3 പെൺപിള്ളേരെയും അത്രയും നന്നായി നോക്കുന്ന ഒരച്ഛൻ 3 പെൺപിള്ളേരാണോ എന്ത് ചെയ്യും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. ഇവിടെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. രാവിലെ തന്നെ പേപ്പറൊക്കെ വായിച്ചേക്കുമ്പോൾ ഒരു അതിലൊക്കത്തൊരു ചേച്ചി വരെയാണ് വന്ന് കഴിഞ്ഞപ്പോൾ ജീജു എന്ത് കുട്ടിയാണ് കഴിയും നമ്മളുടെ പെൺകുട്ടി. ഓ ആൺകുട്ടിയായിരുന്നു അടിപൊളിയായിരുന്നല്ലേ എന്നാൽ അത് ആൺകുട്ടിയായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ അല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെയായി ഇതേപോലെ ഇതിന് കിട്ടി. അപ്പോൾ ആ ചേച്ചി ഇതേപോലെ വന്നിട്ടപ്പോൾ ഞാൻ പതുക്കെ തിരിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെയാണ് രാവിലെ. അപ്പോൾ നമ്മൾ പതുക്കെ മുകളിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആ നീ ഇവിടെ കണ്ടയാ എടാ രണ്ടാമത്തെ എന്ന് പറഞ്ഞു അവൻ്റെ പോയി എന്തുകുട്ടി പെൺകുട്ടി. ഓ ചേച്ചിക്കാണ് ആഘോഷം. തറവാട് പോയല്ലേ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ഞാൻ ഇനി നോക്കണ്ട്. അപ്പം അത് കഴിഞ്ഞ് മൂന്നാമതും പെൺകുട്ടി. അപ്പോൾ ഈ ചേച്ചി രാവിലെ പള്ളിയിൽ നിന്ന് വരണം. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ എടുക്കാൻ ഇപ്പോൾ ചേച്ചി വരുന്നുണ്ട്. ഞാൻ ഒറ്റ ഓട്ടം കൊടുത്തോണ്ടില്ല വാതിലൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി പൊട്ടി ജനലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയാണ് ചേച്ചി പോയെന്ന്. അപ്പോഴത്തെ ചേച്ചി ജനലിലേക്ക് നിൽക്കണം. അവിടെ ചേച്ചി ഞാൻ പറഞ്ഞു ആ ഇന്നല്ലേ എവിടെ പോകണം അല്ല ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നു. ആ ശരി വാ കയറ് എടാ എന്ത് കുട്ടിയാണ് ഞാൻ പറഞ്ഞു പെൺകുട്ടി. അപ്പൊ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പെൺപിള്ളേർ നമ്മുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങള് ആസ് എ മീൻ ഒരു അച്ഛൻ എന്നുള്ളതില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പെൺപിള്ളേരാണല്ലോ കാരണം പെൺകുട്ടികളാവുമ്പോ അച്ഛന്മാർക്ക് ഉള്ള ഒരു കണക്ഷൻ വേറെയാണ്. ഭയങ്കര ഹാപ്പിയാണ്. അതെ അതായത് ഇവര് എന്ന് പറയുന്നത് അതൊരു ഈ പറഞ്ഞ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇവരായിട്ടാണ് എപ്പോഴും ഇത് ഇവരുടെ ഒരു നമ്മള് ശരിക്കും പറഞ്ഞാൽ ആമ്പിള്ളേരായിരുന്നെങ്കിൽ ഇവരായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആവില്ല. ഇപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റമാണ്. അത് ഡെവലപ്പ് നമ്മൾ കുറച്ചുകൂടി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പായി. ഇപ്പൊ പൊതുവെ നമ്മുടെ മെജോറിറ്റി എന്ന് വരുമ്പോഴേ ഇവിടെ 4 പെമ്പടയാണല്ലോ. അപ്പൊ അവിടെ അച്ഛനാണ് ഈ 4 പെമ്പടയുടെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആള്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാനോ അപ്പൊ ആരുടെ എന്താ പറയുക അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അത് വേണം എങ്ങനെയൊക്കെ ആരുടെ ഇതിലാ കൂടുതൽ പറയാ? അല്ല ഇവർക്ക് ഇപ്പൊ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് വാങ്ങിക്കാനായിട്ട്. ഇപ്പൊ ഡ്രസ്സായാലും ഞാൻ അങ്ങനെ പറയാറ് ഒരെണ്ണമായിട്ടല്ല എടുക്കുമ്പോൾ ഒരു 3-5 എടുത്തോളാം. അല്ല കാരണം ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഒരു അടുത്തവന് പറയും അത് പിന്നെ എപ്പോഴും അത് ഇടാൻ പറ്റില്ല. അപ്പൊ ഒരു 5-6 അപ്പൊ അങ്ങനെ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരുങ്ങാൻ സമയം എടുക്കുന്ന ആരാ ഇതില്? ബ്യൂട്ടി കോൺഷ്യസ് ആരാ? ഭംഗിയിലൊക്കെ ഇറങ്ങണം എന്ന് പറയണം. അത് വേഗം വിട്ടുകൊടുത്തുട്ടാ. അതെന്താ വണ്ടി വെച്ച് പറഞ്ഞു എനിക്ക് ഐലാഷ് വന്നിട്ട് ഐഷാഡോ. അപ്പൊ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത് ഇങ്ങനെ ഐഷാഡോ ഇടാനും ഇതൊക്കെ? ആ അപ്പൊ ഇതിങ്ങനെയൊക്കെ ഇടുന്ന എവിടെ കണ്ടത്? ചെയ്ത് കൊടുക്കാം. അവള്